എൻ്റെ പേര് ക്ലാരമ്മ ചാണ്ടി. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഞാനൊരു ഡോക്ടറായതാണ്. ഞാൻ വരുന്നത് എറണാകുളത്തുനിന്ന്. ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2019 അത് 3 മാസമായപ്പോൾ അതിന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തതാണ്. അതിനുശേഷം ഉടമ്പടിയുടെ ആ ശക്തിയിൽ ദൈവസാന്നിധ്യത്തിൽ തന്നെയാണ് ജീവിച്ചു വന്നിരുന്നത്. 2020 എൻ്റെ ഭർത്താവിനെ ഇവിടെ കൊണ്ടുവരാനിട വന്നു. അതിനുശേഷമാണ് വീട്ടിൽ ശരിക്കും കുടുംബ പ്രാർത്ഥന തന്നെ തുടങ്ങിയത്. അങ്ങനെ വന്നിരുന്ന കാലത്ത് 2023 മെയ് 15 ഞാൻ 5ാമത് ഉടമ്പടി പുതുക്കി. അത് കഴിഞ്ഞ് മെയ് 26 രാവിലെ ഹസ്ബൻഡ് എഴുന്നേറ്റ ഉടനെ തന്നെ അവിടെ ഇരുന്ന് പോയി. ഞാൻ ഓടി വന്നപ്പോഴത്തേക്കും ചെറിയൊരു മൂളൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് വെളുപ്പിനെ 5:30 മണിയുടെ സമയമാണ്. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഉടമ്പടി തൈലം ദേവമാസകലം പൂശി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അദ്ദേഹത്തെ എടുത്തൊന്ന് കട്ടിലിൽ കിടത്താൻ എന്നെ സഹായിക്കണേ. അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് എടുത്തു പൊക്കി കട്ടിലിൽ കിടത്തുവാൻ സാധിച്ചു. അത് കഴിഞ്ഞ് വെളുപ്പിനെ വീട്ടുകാരെയും മക്കളെയൊക്കെ വിളിച്ചു വരുത്താനും ആംബുലൻസിൽ ഹോസ്പിറ്റലിൽ എത്തിക്കാനും ഒക്കെ സാധിച്ചു. അതിനുശേഷം അവിടെ ഡോക്ടേഴ്സ് വേണ്ട ടെസ്റ്റുകളെല്ലാം ചെയ്തു. CT സ്കാന്, MRI സ്കാന്, പിന്നെ എക്കോ കാർഡിയോഗ്രാം, ECG എല്ലാം ചെയ്തു. അതിനകത്തൊന്നും വലിയ കുഴപ്പം ആദ്യം കണ്ടില്ല. പിന്നെ ബ്ലഡ് ടെസ്റ്റിന് റിപ്പോർട്ട് വന്നപ്പോഴാണ് ശരിയായിട്ടൊരു കാർഡിയാക് അറ്റാക്ക് അവിടെ നടന്നിട്ടുണ്ടോ എന്ന് അറിയുന്നത്. അതിനുശേഷം അദ്ദേഹത്തെ ICUലാക്കി. ICUവിൽ ഏകദേശം 2 മാസത്തോളം കിടക്കേണ്ടി വന്നു. ICUവിൻ്റെ വാതിക്കൽ നിൽക്കുമ്പോൾ എനിക്ക് മാതാവിനോട് പറയാനുണ്ടായിരുന്നത് ഒരേ കാര്യമുണ്ടായിരുന്നുള്ളൂ, ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും അനുസരിച്ച് എന്താണേലും നടക്കട്ടെ. പക്ഷേ അദ്ദേഹത്തെ വിശദീകരിച്ച് മാത്രമേ എന്നിൽ നിന്നും മാറ്റാവൂ. എല്ലാ ദിവസവും ICUവിൽ ഞാൻ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുമായിരുന്നു. ഇടയ്ക്ക് എപ്പോഴോ ഓർമ്മ തെളിയുമ്പോഴൊക്കെ മാതാവിൻ്റെ സുഗന്ധതൈലത്തിൻ്റെ ഒരു സ്മെല്ല് വരുന്നതായിട്ട് പറയും. പിന്നെ കൃപാസനത്തിൽ പോകണമെന്ന് പറയുമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഏകദേശം 2 മാസം ICUവിൽ കിടന്നു. അപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നതേ ഉള്ളൂ, ICUവിൽ നിന്ന് ജീവനോടെ പുറത്തെടുത്തരണമെന്ന് മാത്രം. ICUവിൻ്റെ വാതിൽക്കൽ നിൽക്കുമ്പോൾ എനിക്ക് ചാരി നിൽക്കാൻ അമ്മ മാതാവും ഈശോയുമാണ് ഉണ്ടായിരുന്നത്. ആ ഉടമ്പടിയുടെ ബലം എന്നെ ഈ 5 മാസക്കാലവും അങ്ങനെ തന്നെ നിലനിർത്തി. അതിനുശേഷം ICUവിൽ നിന്ന് പുറത്തു വന്നു. പിന്നെ അദ്ദേഹത്തിന് ഡയാലിസിസ് വേണ്ടി വന്നു. ആഴ്ചയിൽ 3 തവണ ആംബുലൻസിൽ കൊണ്ടുപോവുക, തിരിച്ചു വരിക. ഈ സമയത്ത് എല്ലാ ദിവസവും പ്രാർത്ഥനയുണ്ടായിരുന്നു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും, ഉടമ്പടി പ്രാർത്ഥന ചൊല്ലും, നമസ്കാരം ചൊല്ലും. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ബെഡിൻ്റെ അടുത്തിരുന്ന് തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. അവസാനം ഡയാലിസിസും നേഴ്സിംഗ് കെയറും എല്ലാം കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് അവസാനം മാറ്റി. ആ സമയത്ത് രോഗീലേപനവും കുർബാനയും എല്ലാം കൊടുക്കാൻ സാധിച്ചു. അങ്ങനെ വിശദീകരിച്ച് തന്നെയാണ് അദ്ദേഹത്തെ എന്നിൽ നിന്നും ദൈവം സ്വർഗത്തിലേക്ക് കൊണ്ടുപോയത്. ഒക്ടോബർ 18 കഴിഞ്ഞ വർഷം ഒക്ടോബർ 18 അദ്ദേഹം സ്വർഗയാത്രയായി. എനിക്ക് പറയാനുള്ളത്, ഉടമ്പടി വഴി പിടിച്ചു നിൽക്കാനുള്ള ശക്തി ദൈവം എനിക്ക് തന്നു. ICUവിൻ്റെ വാതിക്കലിരിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ആൾക്കാരെ ഡോക്ടർ എന്ന നിലയിൽ എനിക്ക് കൗൺസിലിംഗ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ICUവിൻ്റെ വാതിക്കലിരിക്കുന്ന സമയത്ത് അവിടെ ബൈസ്റ്റാൻഡേഴ്സായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് കൃപാസനം അമ്മയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഞാൻ കൃപാസനം പത്രം കൊടുക്കുമായിരുന്നു. അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ പ്രേക്ഷിത
കാരുണ്യപ്രവൃത്തി എന്ന് പറയുമ്പോൾ ആശുപത്രിയിൽ കിടക്കുമ്പോൾ സാമ്പത്തിക സഹായം വേണ്ട ആൾക്കാർക്ക് എന്നോട് ചോദിക്കുന്നവർക്കൊക്കെ ഞാൻ കൊടുത്തിരുന്നു. ആശുപത്രിക്കകത്ത് വെച്ചുള്ള പ്രേക്ഷിത പ്രവൃത്തികളും കാരുണ്യപ്രവൃത്തിയും അങ്ങനെയായിരുന്നു. ആശുപത്രി വിട്ട ശേഷം ഹോസ്പിറ്റലിലും ജനറൽ ഹോസ്പിറ്റൽ അല്ലാതെയുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ, ഓട്ടോ സ്റ്റാൻഡിൽ, കടകളിൽ, വീടുകളിൽ ഒക്കെ ആയിട്ടാണ് ഞാൻ പ്രേക്ഷിത പ്രവർത്തനം നടത്തിയിരുന്നത്. എല്ലാ പത്രം കൊടുക്കുമ്പോഴും ഞാൻ അതിനകത്തൊരു വചനം എഴുതി അങ്ങനെയാണ് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത്. ആദ്യം മുതലേ അങ്ങനെയാണ്. 6 നിയോഗങ്ങൾ വെക്കുമ്പോൾ 6 കെട്ട് പത്രമായിട്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. അതെല്ലാം തന്നെ കൊടുത്തു തീർക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. മലയാളം പത്രം ആവശ്യമില്ലാത്തവർക്ക്, മലയാളം വായിക്കാൻ അറിയാൻ മേലാത്തവർക്ക് അതിന് വേണ്ടി ഞാൻ തമിഴ്, ഇംഗ്ലീഷ്, ഹിന്ദിയൊക്കെ കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ അത് ചോദിക്കുന്നവർക്ക് അതനുസരിച്ച് ഞാൻ കൊടുക്കുമായിരുന്നു. പിന്നെ കാരുണ്യപ്രവർത്തികൾ എന്ന് പറയുന്നത് വേറെ പാലിയേറ്റീവ് കെയറിൽ ഞാൻ ഡോക്ടർ എന്ന നിലയിൽ സേവനം ചെയ്യുന്നുണ്ട്. ഫ്രീ ആയിട്ട് സേവനം ചെയ്യുന്നുണ്ട്. രോഗികളായിട്ട് വീടുകളിൽ കിടക്കുന്നവരെ കാണാൻ പോകുന്നുണ്ട്. പിന്നെയുള്ളത് പ്രാർത്ഥനയാണ്. ജയിൽ മിനിസ്ട്രിയിൽ ഞാനുണ്ട്. ജയിലിൽ കിടക്കുന്ന തെറ്റ് ചെയ്തവരും തെറ്റ് ചെയ്യാത്തവരുമായിട്ടുള്ള ആൾക്കാരെ അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുവാനും അവരുടെ വീട്ടുകാർക്കും, അവരുടെ ജയിലിൽ കിടക്കുന്നവരുടെ വീട്ടുകാർക്ക്, അവരുടെ കുഞ്ഞുമക്കൾക്ക് അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുക, സാമ്പത്തിക സഹായം ചെയ്യുക, ഇതിനെല്ലാം ഞാൻ കൂട്ടത്തിലുണ്ട്. വ്യക്തിപരമായിട്ട് മാത്രമല്ല, ബാക്കി എല്ലാവരുടെയും കൂട്ടത്തിൽ തന്നെയാണ് ചെയ്യുന്നത്. എങ്കിൽ പോലും ഞാൻ അതിനകത്ത് ഇൻവോൾവ് ആണ്. അവൻ്റെ കൃപാസനത്തിൻ്റെ ഉടമ്പടി വഴിയാണ് എനിക്കിതെല്ലാം ചെയ്യാൻ സാധിച്ചത്. അതിന് അമ്മയ്ക്കും തിരുക്കുമാരനും എത്രമാത്രം നന്ദി പറഞ്ഞാലും മതിയാകില്ല. 2019 മുതൽ ആ ഉടമ്പടിയുടെ ബലത്തിലാണ് ഞാൻ നടന്നു പോകുന്നതും ജീവിക്കുന്നതും എല്ലാം. ഉടമ്പടിയിൽ നിൽക്കുന്നതിൻ്റെ ഒരു ബലത്തിലാണ് ഞാൻ 2019 മുതൽ ഇവിടം വരെ വന്നിരിക്കുന്നത്. അപ്പോൾ ഉടമ്പടി എടുക്കുന്നവരോട് എനിക്ക് പറയേണ്ടത്, ഇടയ്ക്ക് വെച്ച് ഉടമ്പടി മുടക്കരുത്. ഉടമ്പടി പുതുക്കി തന്നെ കൊണ്ടുപോകണം. എങ്കിലേ നമുക്ക് അതിനുള്ള ബലം കിട്ടുകയുള്ളൂ. ഇടയ്ക്ക് ചില പ്രശ്നങ്ങളുണ്ടായാൽ പോലും നമ്മൾ വീണ്ടും തിരിഞ്ഞ് മാതാവിലേക്ക് വരണമെന്നുള്ളതാണ്. നമുക്ക് വ്യക്തിപരമായിട്ടും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സഹോദരങ്ങൾക്കും എല്ലാവർക്കും നമ്മൾ ഇടപെടുന്ന എല്ലാ മേഖലകളിലും നമ്മൾ വഴി അനുഗ്രഹങ്ങൾ ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ്. ജീവിത പങ്കാളി ഗുരുതരമായ രോഗാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുന്ന നാളുകളിൽ അമ്മ മാതാവിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുകയും അമ്മ മാതാവിൻ്റെ ഉടമ്പടി, ആ ജീവിതത്തിൻ്റെ നന്മകൾ, നേർച്ച വസ്തുക്കൾ അത് ഉപയോഗിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഉടമ്പടി തൈലം ഉപയോഗിച്ചുകൊണ്ട് ഗുരുതരമായ രോഗാവസ്ഥയിൽ നിന്ന് സൗഖ്യം നേടുന്നതിന് വേണ്ടി നിരന്തരം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അമ്മയുടെ വാക്കുകളിൽ നമ്മൾ കേൾക്കുന്നുണ്ട്, അത് പൂർണ്ണമായ സൗഖ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന എന്നതിനേക്കാളുപരി 2 കാര്യങ്ങൾ സഹോദരി ദൈവദർശനത്തിൽ വയ്ക്കുന്നുണ്ട്. ഒന്ന്, ICUയിൽ നിന്ന് പുറത്തേക്ക് ആളെ കിട്ടണം. 2ാമത്, നന്നായി ആത്മശരീര ശുദ്ധിയോടുകൂടി, ഒരുക്കത്തോടുകൂടി ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെടണം. സഹോദരി തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ICUയിൽ നിന്ന് ജീവിത പങ്കാളി പുറത്തേക്ക് വരികയും പിന്നീട് അല്പകാലം കൂടി ചികിത്സയും പ്രാർത്ഥനയും തുടർന്ന കാര്യവും അന്ത്യകുദാശയും കുർബാനയും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് നല്ല ആത്മശരീര വിശുദ്ധീകരണത്തോടുകൂടി സുഗന്ധാഭിഷേകം മൂലമുള്ള അമ്മ മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ആത്മാവിനെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുവാൻ സാധിച്ചതിനെക്കുറിച്ച്. ഇനി ഈ ക്ലേശത്തിൻ്റെ നാളുകളിൽ കടന്നു പോകുമ്പോൾ ഉടമ്പടിയിലുള്ളൊരു വ്യക്തിയുടെ ജീവിതം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, വർക്ക് ചെയ്യുന്നതെന്ന് സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അത് മറ്റുള്ളവരോട് പുലർത്തുന്ന അനുകമ്പ, വിശ്വാസത്തിലുള്ള സ്ഥിരത, കാരുണ്യ പ്രവൃത്തികളിൽ എപ്പോഴും പുലർത്തുന്ന നല്ല മനസ്സും ഔദാര്യവും, ഔദ്യോഗിക ജീവിതത്തിൽ എന്നും പുലർത്തുന്ന പാപങ്ങളോടുള്ള പ്രത്യേകമായ സന്ധിപ്പ്, അവഗണിക്കപ്പെട്ട തടവുകാരോടും മറ്റുള്ളവരോടും ഹൃദയമറിഞ്ഞ സ്നേഹത്തോടുകൂടി പരിചരിക്കുവാനും സ്നേഹിക്കുവാനുമുള്ള ഒരു നല്ല മനസ്സ്, ഒരു ഉടമ്പടി ജീവിതം, അത് ക്രിസ്തുവിനെ കൈമാറുന്ന ജീവിതമായി നിരന്തരം മാറ്റുന്നതിന് സഹോദരി ജീവിതത്തിൽ പരിശ്രമിക്കുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ഈ അൾത്താരയിൽ ജീവിതത്തിൻ്റെ വിവിധ ക്ലേശങ്ങളും ഭാരങ്ങളുമായി നാം ഓരോരുത്തരുമായിരിക്കുമ്പോൾ നമുക്ക് അമ്മ മാതാവിലൂടെ ഈശോയ്ക്ക് കൊടുക്കുവാനാവുന്ന മനസ്സെന്താണ്? ഞാൻ ആവശ്യപ്പെടുന്ന എഴുതി വച്ചിരിക്കുന്ന നിയോഗത്തിൻ്റെ അനുഗ്രഹം നേടുവാൻ വേണ്ടി മാത്രമല്ല,
എൻ്റെ ജീവിതം കൊണ്ട് ദൈവനാമത്തെ പ്രഘോഷിച്ചും മഹത്വപ്പെടുത്തിയും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ വേണ്ടി ജീവിക്കുമെന്ന് ദൈവത്തിരുസന്നിധിയിൽ നമുക്ക് വാക്കുകൊടുക്കുവാനാകുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ നിയോഗങ്ങളെ വേഗത്തിൽ ദൈവം അംഗീകരിച്ച് അനുഗ്രഹിക്കുന്നത് അനുഭവിക്കുവാനാവും. ആ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സഹോദരിക്ക് ലഭിച്ച നന്മകളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെട്ട സന്തോഷത്തിൻ്റെയും സാക്ഷ്യത്തെ കരഘോഷത്തോടുകൂടി നമുക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.